കണ്ടോ തേനിട്ട് വരുന്നുണ്ട്. ഈ കസ്റ്റമർ നമ്മളെ AC സർവീസിനെ വിളിച്ചാണ്. കണ്ടോ, AC ഫ്രഷാണ്, വലിയ പഴക്കമൊന്നുമില്ല, 3 വർഷം പഴക്കമുള്ള ഒരു AC. അപ്പോൾ ഞാനിത് സർവീസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കവറൊന്നും അടിച്ചത്. അത് ഇതുണ്ട്. കഴിക്കാൻ നേരത്ത് എനിക്ക് ഏകദേശം മനസ്സിലായി ഇതിനകത്തുനിന്ന് ഒരു ഈച്ച പുറത്തോട്ട് വരുന്നത് തോന്നി. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് കവർ അഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇത് കണ്ടോ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേനാണ് കേട്ടോ. പക്ഷെ ഞാനിത് ചില ഹിറ്റൊക്കെ അടിച്ചുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം വിഷം ഇതിനൊന്ന് പോകാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഹിറ്റ് അടിച്ചാണ്. അല്ല, ഇത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് എടുക്കണമെങ്കിൽ ഭയങ്കര ടഫാണ്. കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ തേനിൻ്റെ അരക്കുണ്ടല്ലോ, അത് പോകത്തില്ല. കയ്യിലൊക്കെ വന്ന് വിട്ടി കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ മരുന്ന് അടിക്കണം, എന്നാലും നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാനൊക്കെ ഒത്തുള്ളൂ കേട്ടോ. തേനാണ്ട് ഇട്ടിട്ട് വീടുന്നുണ്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ AC ഉപയോഗിക്കുന്നതാണ് മിക്കവരും. അപ്പൊ നമ്മുടെ AC-യുടെ ഈ ഡ്രെയിനേജിന്റെ പൈപ്പ് കൂടെയും അതുപോലെ തന്നെ AC-യുടെ നമ്മുടെ കോപ്പർ പൈപ്പ് പോകുന്ന ബാക്ക് സൈഡിലേക്ക് നമ്മുടെ ഭിത്തിക്കുള്ളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു പൈപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഹോള്, അതായത് തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രാണികൾ അകത്ത് കയറുന്നത്. അത് എലി കയറുന്നുണ്ട്, അണ്ണാൻ കയറുന്നുണ്ട്, അങ്ങനെ പല വിധമായിട്ടുള്ള, നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടു ഒരു ചേര ഇതിനകത്തൂടെ കയറി പോകുന്നതൊക്കെ ആയിട്ട്. അപ്പൊ അതിനകത്ത് ഇരിക്കുന്നതായിട്ടും ഉള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ AC ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതിന് ശേഷം തന്നെ നമുക്കപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്നവർ തന്നെ അതിന്റെ ബാക്ക് സൈഡിൽ ഹോള് ഒന്ന് അടയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ നമുക്കത് വീണ്ടും ഒരു തുണിയോ എന്തെങ്കിലും തെർമോക്കോളോ ഒക്കെ വെച്ചിട്ട് ശകലം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് വെച്ചിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AC-യുടെ ബാക്ക് സൈഡിൽ വരുന്ന ഡ്രെയിനേജിന്റെ പൈപ്പ്, അതായത് നമ്മുടെ AC-ക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ആ തണുപ്പ് അധികമായിട്ട് വരുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വെള്ളം നമ്മുടെ ഈ ഡ്രെയിനേജ് പൈപ്പിൽ കൂടെ ഒഴുകി വെളിയിൽ പോകാനായിട്ട് ഒരു ഹോസ് വെളിയിലോട്ട് പോയിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഈ ഹോസിന്റെ അറ്റത്ത് നമ്മൾ കഴിവതും നല്ലൊരു നെറ്റ്, പ്രാണികളൊന്നും കയറാത്ത വിധത്തിലുള്ള ഒരു നെറ്റ് നമുക്ക് ആ എൻഡിൽ തന്നെ ഒന്ന് പൊതിഞ്ഞ് കെട്ടിവെച്ചാൽ ഇതുപോലെയുള്ള തേനീച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. അപ്പൊ ആ ഒരു പൈപ്പ് ബ്ലോക്ക് ആവുന്നതോടുകൂടി നമ്മുടെ ഇൻഡോർ യൂണിറ്റിനകത്തൂടെ വെള്ളമൊക്കെ പുറത്തേക്ക് തള്ളുവാനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം നമ്മുടെ ബെഡിൽ വെള്ളം വീഴാറുണ്ട്, അല്ല നമ്മുടെ മുറിക്കുള്ളിലൊക്കെ വെള്ളം വീഴാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ AC ഒക്കെ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇളക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള പ്രാണികളൊക്കെ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കസ്റ്റമർ പോലും അറിയുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് ഫ്രഷ് AC ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 3 വർഷം പഴക്കമുള്ള ഒരു AC. ആ AC-യിൽ നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഇപ്പൊ ഈ കാണുന്നില്ലേ, ഇതുപോലെ തന്നെ ഞാൻ ചെന്ന് കാണുമ്പോൾ നല്ല പുതിയ AC ആണ്. അപ്പൊ കസ്റ്റമർ എന്നോട് പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അഴിച്ചപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടോ, എന്ന് വേണ്ടി സാധനം ഞാൻ ഇതിനകത്ത് കുത്തികളെ കളഞ്ഞറിയാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു അരക്ക്, അതായത് ഇതിന്റെ ഒരു മെഴുക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പശയാണ്. അപ്പൊ ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇളകി വരത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ AC ഒക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും പൈസ മുടക്കി സാധനങ്ങൾ വെക്കുന്നതാണ്. അപ്പം പുറകിലൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലെ ഹോളുകളൊക്കെ ക്ലോസ് ചെയ്യുക. ഡ്രെയിനേജ് പൈപ്പിന്റെ അറ്റത്ത് നമ്മൾ കഴിവതും ഒരു നെറ്റ് നമ്മൾ അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കാണുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.